മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും ഒരേ രീതിയിലാണ് ചിക്കൻ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ചെടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. നമ്മളെ ഉള്ളി ഇവിടെ നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കറിവേപ്പിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ എന്താ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറി വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇതാ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കിഴങ്ങ് അതിൽ കിടന്നങ്ങനെ വെന്തോളും. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കറി മൂടി വെക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് പൊറാട്ട, ചപ്പാത്തി, ചോറ് എന്നിവൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചോറാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.